ഇന്ന് ചർച്ച ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത് RSA അൽഗരിതം അല്ലെങ്കിൽ റിവേഴ്സ്ഡ് ഷാമിർ അഡൽമാൻ അൽഗരിതം. എങ്ങനെയാണ് RSA അൽഗരിതം ഉപയോഗിച്ചുകൊണ്ട് എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും സാധ്യമാവുന്നത് എന്നാണ് ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. 1977 MIT-യിൽ ഉണ്ടായിരുന്ന റിവേഴ്സ്ഡിന്റെയും ഷാമിറിന്റെയും അഡൽമന്റെയും പേരിലാണ് ഈ അൽഗരിതം അറിയപ്പെടുന്നത്. അതായത് ഇവരുടെ 3 പേരുടെയും പേരിന്റെ ആദ്യ അക്ഷരങ്ങളാണ് ഷോർട്ട് ഫോമായി ഈ അൽഗരിതത്തിന് ഉപയോഗിക്കുന്നത്. വളരെ പോപ്പുലറായ ഒരു എൻക്രിപ്ഷൻ അൽഗരിതം കൂടിയാണ് RSA അൽഗരിതം. ഇത് പബ്ലിക് കീ ക്രിപ്റ്റോഗ്രാഫിയുടെ വിഭാഗത്തിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അതായത് 2 കീകൾ ഉണ്ടാവും എന്ന് സാരം. ഒന്ന് പബ്ലിക് കീയും രണ്ടാമത്തേത് പ്രൈവറ്റ് കീയും. കൂടുതൽ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. മുന്നേയുള്ള സെഷൻസിൽ ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതിനാൽ വലിയ ഡീറ്റെയിലിംഗിലേക്ക് വീണ്ടും കടക്കുന്നില്ല. സൂചിപ്പിച്ചുവല്ലോ, RSA അൽഗരിതം 2 കീകൾ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് പ്രൈവറ്റ് കീ, രണ്ടാമത്തേത് പബ്ലിക് കീ. ആയതിനാൽ കീ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് RSA അൽഗരിതത്തിലെ ഏറ്റവും ക്രൂഷ്യലായ ഫേസ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് പബ്ലിക് കീയും പ്രൈവറ്റ് കീയും ജനറേറ്റ് ചെയ്യുന്നത് എന്ന് പരിശോധിക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് 2 ലാർജ് പ്രൈം നമ്പേഴ്സ് സെലക്ട് ചെയ്യുക. അതിനെ P എന്നും Q എന്നും എടുക്കുക. വീണ്ടും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു. ലാർജ് പ്രൈം നമ്പേഴ്സ് എന്നാണ് പറഞ്ഞത്. ചെറുതല്ല, വലുതായിരിക്കണം. ചെറുതാണ് എങ്കിൽ എൻക്രിപ്ഷനെ വളരെ എളുപ്പം തന്നെ ബ്രേക്ക് ചെയ്യുവാൻ സാധിക്കും. ആയതിനാൽ ഇവിടെ എടുക്കേണ്ടത് വളരെ വലിയ പ്രൈം നമ്പേഴ്സ് ആണ്. അടുത്തതായി P-നെയും Q-നെയും മൾട്ടിപ്ലൈ ചെയ്ത് അതിന്റെ പ്രോഡക്റ്റ് N-ലേക്ക് സ്റ്റോർ ചെയ്യുക. ഇപ്പോൾ 3 വേരിയബിൾസ് ആണ് ഉള്ളത്. ഒന്ന് P, രണ്ടാമത്തത് Q. ഇവ രണ്ടും പ്രൈം നമ്പേഴ്സും N എന്ന് പറയുന്നത് ഇതിന്റെ പ്രോഡക്റ്റുമാകുന്നു. അടുത്തതായി phi of n കണ്ടുപിടിക്കുക. phi of n എന്ന് പറയുന്നത് P-1 into Q-1. അടുത്തതായി E എന്താണ് എന്ന് കണ്ടുപിടിക്കണം. E കണ്ടുപിടിക്കുവാനുള്ള മാർഗം GCD of E, phi of n equal to 1 ആയിരിക്കണം. അതായത് E-യുടെയും phi of n-ന്റെയും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ 1 ആയിരിക്കണം. അങ്ങനെ വരുന്ന സംഖ്യയായിരിക്കണം E എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് എന്ന് ഒരു റിയൽ ടൈം എക്സാമ്പിളിന്റെ സഹായത്തോടു കൂടി അല്പസമയത്തിന് ശേഷം ഡിസ്കസ് ചെയ്യുന്നതാണ്. അടുത്ത ഫേസ് D കണ്ടെത്തുക എന്നുള്ളതാണ്. D കണ്ടുപിടിക്കുവാനുള്ള ഫോർമുല D കോൺകോയറൻസ് മോഡുലോ, അതായത് ശ്രദ്ധിച്ചാൽ കാണാം ഈക്വൽ ടു അല്ല, 3 വരകളാണ് അവിടെ ഉള്ളത്. അതുകൊണ്ടാണ് അതിനെ കോൺകോയറൻസ് മോഡുലോ എന്ന് വിശേഷിപ്പിച്ചത്. ഇതിനെയും അല്പസമയത്തിന് ശേഷം ഡിസ്കസ് ചെയ്യുന്നതാണ്. e⁻⁻1 മോഡ് phi of n. ഇനി പബ്ലിക് കീ ആയി എടുക്കുന്നത് E,N-ഉം പ്രൈവറ്റ് കീ ആയി എടുക്കുന്നത് D,N-ഉം ആയിരിക്കും. അടുത്തതായി എൻക്രിപ്ഷൻ എങ്ങനെയാണ് എന്ന് പരിശോധിക്കാം. എൻക്രിപ്റ്റ് ചെയ്യുവാനുള്ള ഫോർമുല മെസ്സേജ് റൈസ് ടു E മോഡ് n ആകുന്നു. ഇതും അല്പ സമയത്തിന് ശേഷം ഒരു എക്സാമ്പിളിന്റെ സഹായത്തോടു കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അടുത്തതായി ഡീക്രിപ്ഷൻ സൈഫർ റൈസ് ടു D മോഡ് n ആണ് ഡീക്രിപ്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഫോർമുല. ഇതും അല്പസമയത്തിന് ശേഷം ഡിസ്കസ് ചെയ്യുന്നതാണ്. അടുത്തതായി ഒരു എക്സാമ്പിളിന്റെ സഹായത്തോടു കൂടി എങ്ങനെയാണ് RSA ഫംഗ്ഷൻ ചെയ്യുന്നത് എന്ന് പരിശോധിക്കാം. ഒരു എക്സാമ്പിളിന്റെ സഹായത്തോടു കൂടി വളരെ എളുപ്പം മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ് RSA അൽഗോരിതം. അല്പം മുന്നേ സൂചിപ്പിച്ച പോലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് 2 വലിയ പ്രൈം നമ്പേഴ്സിനെ സെലക്ട് ചെയ്യുക എന്നതാണ്. അതായത് ലാർജ് പ്രൈം നമ്പേഴ്സ് P ആൻഡ് Q. പക്ഷേ ഡെമോൺസ്ട്രേഷന് വേണ്ടി വലിയ പ്രൈം നമ്പർ ഉപയോഗിക്കുന്നത് പ്രായോഗിക ബുദ്ധിമുട്ട് ഉള്ളതിനാൽ ചെറിയ പ്രൈം നമ്പേഴ്സ് ഉപയോഗിച്ചാണ് ഇവിടെ എക്സാമ്പിളിനെ വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ റിയൽ ടൈം ആപ്ലിക്കേഷനുകളിൽ വലിയ പ്രൈം നമ്പേഴ്സ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഒരിക്കലും ചെറിയ പ്രൈം നമ്പേഴ്സ് ഉപയോഗിക്കാറില്ല. കാരണം മുന്നേ സൂചിപ്പിച്ച പോലെ തന്നെ എൻക്രിപ്റ്റഡ് മെസ്സേജിനെ ചെറിയ പ്രൈം നമ്പേഴ്സ് ഉപയോഗിക്കുകയാണ് എങ്കിൽ ബ്രേക്ക് ചെയ്യുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആയതിനാൽ വലിയ പ്രൈം നമ്പേഴ്സ് തന്നെയായിരിക്കും ഉപയോഗിക്കുന്നത് എന്ന് സാരം. ഇവിടെ P-യുടെ വാല്യൂ ആയി എടുത്തിരിക്കുന്നത് 11ഉം Q-ന്റെ വാല്യൂ ആയി എടുത്തിരിക്കുന്നത് 23ഉം ആണ്. ഇവിടെ P-യും Q-യും പ്രൈം നമ്പേഴ്സ് ആണ് എന്ന് പ്രത്യേകം ഇനി ഓർമ്മിപ്പിക്കേണ്ടതില്ലല്ലോ. രണ്ടാമത്തെ സ്റ്റെപ്പിൽ P-ന്റെയും Q-ന്റെയും പ്രൊഡക്റ്റിനെ N-ലേക്ക് സ്റ്റോർ ചെയ്യുക എന്നതാണ്. ഇവിടെ 11നെയും 23നെയും മൾട്ടിപ്ലൈ ചെയ്താൽ 253 ലഭിക്കുന്നതാണ്. അങ്ങനെ N-ന്റെ വാല്യൂ ഇപ്പോൾ 253 ആയിരിക്കും. മൂന്നാമത്തെ സ്റ്റെപ്പിൽ phi of n കാൽക്കുലേറ്റ് ചെയ്യണം. phi of n കാൽക്കുലേറ്റ് ചെയ്യുവാൻ
കണ്ടുപിടിക്കുവാനുള്ള ഫോർമുല P-1 ഇൻറ്റു Q-1 ആണ്. അതായത് 11-1 ഇൻറ്റു 23-1 ഈക്വൽ ടു 10 ഇൻറ്റു 22. അപ്പോൾ ഫൈ ഓഫ് എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് 220 ആയിരിക്കും. 10ന്റെയും 22ന്റെയും പ്രോഡക്റ്റ്. സ്റ്റെപ്പ് 4 ചെയ്യുന്നത് ഇയുടെ വാല്യൂവിനെ കണ്ടുപിടിക്കുക എന്നതാണ്. ഇയുടെ വാല്യൂവിനെ കണ്ടുപിടിക്കുവാനുള്ള മെത്തേഡ് GCD ഓഫ് ഇ കോമ ഫൈ ഓഫ് എൻ ഈക്വൽ ടു 1 ആണ്. ഇവിടെ ഇയുടെ വാല്യൂ ഇപ്പോഴും അറിയില്ല. ആകെ നമുക്ക് അറിയാവുന്ന വാല്യൂ എന്ന് പറയുന്നത് ഫൈ ഓഫ് എൻ മാത്രമാണ്. ഈ ഫോർമുല കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇയുടെയും ഫൈ ഓഫ് എന്നിന്റെയും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ 1 ആയിരിക്കണം. മാത്രമല്ല മറ്റു പല കാര്യങ്ങളും ഇയുടെ വാല്യൂ സെലക്ട് ചെയ്യുമ്പോൾ സാറ്റിസ്ഫൈ ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, ഇയുടെ വാല്യൂ എപ്പോഴും 1ൽ കൂടുതലായിരിക്കണം. രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് ഇ എപ്പോഴും ഫൈ ഓഫ് എന്നിനെക്കാട്ടിലും ചെറുതായിരിക്കണം. 3, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇയുടെയും ഫൈ ഓഫ് എന്നിന്റെയും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ 1 ആയിരിക്കണം. അതായത് 1 കൊണ്ട് അല്ലാതെ മറ്റൊരു സംഖ്യ കൊണ്ടും ഇയെയും ഫൈ ഓഫ് എന്നിനെയും ശിഷ്ടമില്ലാതെ ഹരിക്കുവാൻ കഴിയരുത് എന്ന് സാരം. ഒന്നുകൂടി സൂചിപ്പിക്കുന്നു, 1 എടുക്കാൻ പാടില്ല. 2 മുതലായിരിക്കണം ഇയുടെ വാല്യൂസ് നമ്മൾ ഓരോന്നായി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കേണ്ടത്. ആദ്യം ഇയുടെ വാല്യൂ ആയി 2 എടുക്കുന്നു. ആയതിനാൽ GCD ഓഫ് 2,220 ഈക്വൽ ടു 2. അതായത് 2ന്റെയും 220യുടെയും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ 1 അല്ല 2 ആണ്. ആയതിനാൽ 2നെ ഇ ആയി പരിഗണിക്കുവാൻ സാധിക്കില്ല. ആയതിനാൽ അടുത്ത വാല്യൂ എടുക്കുന്നു. 2ന്റെ തൊട്ടടുത്ത വാല്യൂ 3 ആണ്. ഇനി GCD ഓഫ് 3,220 ഇവിടെ 3യുടെയും 220യുടെയും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ 1 ആയതിനാൽ നമ്മളുടെ എല്ലാ റൂളുകളും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് 3 എന്ന് പറയുന്നത് 1നേക്കാളിലും വലുതാണ്, 220നേക്കാളിലും ചെറുതാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റൂളായ 2ന്റെയും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്ന് പറയുന്നത് 1 ആണ്. ഇനി ഒരുപക്ഷെ ഇത് 3ൽ ലഭിക്കുന്നില്ല എങ്കിൽ, അതായത് മറ്റേതെങ്കിലും പ്രൈം നമ്പേഴ്സ് ആണ് നമ്മൾ തുടക്കത്തിൽ ഉപയോഗിച്ചിരുന്നത് എങ്കിൽ ഒരുപക്ഷെ 3ൽ ലഭിക്കണം എന്നില്ല. അങ്ങനെയാണ് എങ്കിൽ ലഭിക്കുന്നത് വരെ ഈ ഐറ്ററേഷൻ തുടരേണ്ടതാകുന്നു. അതായത് 3 കഴിഞ്ഞ് 4, 4 കഴിഞ്ഞ് 5, അങ്ങനെ GCD 1 കിട്ടുന്നത് വരെ നമ്മൾ ഇത് തുടരേണ്ടതാകുന്നു എന്ന് സാരം. ഇവിടെ 3 എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നതിനാൽ ഇയുടെ വാല്യൂ ആയി 3 എടുക്കുന്നു. അടുത്തതായി അൽഗരിതത്തിന്റെ സ്റ്റെപ്പ് 5ലേക്ക് കടക്കുന്നു. ഇവിടെ ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡി കണ്ടുപിടിക്കുവാനുള്ള ഫോർമുല ഡി കോൺകറൻസ് മോഡുലോ e⁻⁻1 മോഡ് ഫൈ ഓഫ് എൻ ആകുന്നു. ഇവിടെ കോൺകറൻസ് മോഡുലോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇക്വേഷനെ 2 സൈഡായി അസ്യൂം ചെയ്യുക, LHS RHS. ഡിനെ LHS ആയും e⁻⁻1നെ RHS ആയും എടുക്കുന്നു. ഇനി ഡിനെയും e⁻⁻1നെയും ഫൈ ഓഫ് n കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് എങ്കിൽ 2 ഭാഗത്തും ഒരേ റിമൈൻഡർ തന്നെ ലഭിക്കണം. ഉദാഹരണത്തിന് ഡിയെ ഫൈ ഓഫ് n കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 ആണ് റിമൈൻഡറായി ലഭിക്കുന്നത് എങ്കിൽ e⁻⁻1നെയും ഫൈ ഓഫ് n കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 തന്നെ റിമൈൻഡർ ലഭിക്കണം എന്ന് സാരം. ഇതാണ് കോൺകറൻസ് ഓപ്പറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സ്റ്റെപ്പ് 5ന്റെ ഫോർമുല ഡി കൺകറന്റ് മോഡുലോ e⁻⁻1 മോഡ് 5n ആണ് എന്ന് ആദ്യമേ സൂചിപ്പിച്ചുവല്ലോ. e⁻⁻1നെ 1/e എന്ന് എടുക്കാവുന്നതാണ്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഡി കൺകറൻസ് മോഡുലോ 1/e മോഡ് 5n എന്ന് ഉത്തരം ലഭിക്കുന്നതാണ്. ഇനി RHSലുള്ള ഇയെ LHSലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ ഡി ഇൻറ്റു ഇ കൺകറൻസ് മോഡുലോ 1 മോഡ് 5n എന്ന് ലഭിക്കും. നേരത്തെ സൂചിപ്പിച്ചിരുന്നു, കൺകറൻസ് മോഡുലോ ഈക്വേഷനെ ഈക്വൽ ടു ആയി റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ മോഡ് ഫൈ ഓഫ് എന്നിനെ RHSലുള്ള പോലെ തന്നെ LHSലും അപ്ലൈ ചെയ്യുക. ഇപ്പോൾ ലഭിക്കുന്നത് ഡി ഇൻറ്റു ഇ മോഡ് ഫൈ ഓഫ് എൻ ഈക്വൽ ടു 1 മോഡ് ഫൈ ഓഫ് എൻ ആണ്. ഇവിടെ 1 മോഡ് എൻ, അതായത് 1 മോഡ് എനി വാല്യൂ ഈക്വൽ ടു 1 ആയതിനാൽ 1 മോഡ് ഫൈ ഓഫ് എന്നിനെ 1 എന്ന് സിംപ്ലിഫൈ ചെയ്യാവുന്നതാണ്. അങ്ങനെ സിംപ്ലിഫൈ ചെയ്താൽ ലഭിക്കുന്നത് ഡി ഇൻറ്റു ഇ മോഡ് ഫൈ ഓഫ് എൻ ഈക്വൽ ടു 1 എന്ന് ആയിരിക്കും. ഇനി ഈ ഫോർമുലയാണ് ഡി എന്ന വേരിയബിളിന്റെ വാല്യൂ കണ്ടെത്തുവാൻ ഉപയോഗിക്കേണ്ടത്. ഈ ഫോർമുല കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് ഡി ഇൻറ്റു ഇ മോഡ് ഫൈ ഓഫ് എന്നിന്റെ റിസൾട്ട്
1 ആയിരിക്കണം. ഇവിടെ ഇയുടെയും ഫൈ ഓഫ് എന്നിന്റെയും വാല്യൂ എന്താണ് എന്ന് നമ്മൾ മുന്നേ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി കണ്ടെത്തേണ്ടത് ഡിയുടെ വാല്യൂ ആണ്. ഡിയുടെ വാല്യൂ ആയി ഫോർമുലയിലേക്ക് ഏതെങ്കിലും ഒരു വാല്യൂ അപ്ലൈ ചെയ്യുകയാണ് എങ്കിൽ അതിന്റെ റിസൾട്ട് 1 എന്ന് ലഭിക്കണം എന്ന് സാരം. ഇവിടെ നമുക്ക് ഡിയുടെ വാല്യൂ ഇനി ഒന്ന് കണ്ടെത്തുവാൻ ശ്രമിക്കാം. ഫോർമുല ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു. ഡി ഇൻറ്റു ഇ മോഡ് ഫൈ ഓഫ് എൻ ഈക്വൽ ടു 1 ആണ് ഫോർമുല. ഇയുടെ വാല്യൂ 3ഉം ഫൈ ഓഫ് എന്നിന്റെ വാല്യൂ 220 ആകുന്നു. ഇനി ഫോർമുലയിലേക്ക് വാല്യൂസ് അപ്ലൈ ചെയ്യുക. ആദ്യമായി ഡിയുടെ വാല്യൂ ആയി എടുത്തിരിക്കുന്നത് 1ഉം ഇയുടെയും ഫൈ ഓഫ് എന്നിന്റെയും വാല്യൂ കോൺസ്റ്റന്റ് ആയതിനാൽ 3ഉം 220 ആണ്. ഇങ്ങനെ വാല്യൂവിനെ ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുന്ന ഉത്തരം 3 ആയതിനാൽ ഡിയുടെ വാല്യൂ ആയി 1നെ പരിഗണിക്കുവാൻ സാധിക്കില്ല. ആയതിനാൽ അടുത്ത ഐറ്ററേഷനിലേക്ക് പോകുന്നു. ഡിയുടെ വാല്യൂ 2 ആക്കിയപ്പോഴും ലഭിക്കുന്നത് 6 ആയതിനാൽ അതിനെയും പരിഗണിക്കുന്നില്ല. 3 ആക്കുമ്പോൾ ലഭിക്കുന്നത് 9 ആയതിനാൽ ഡിയുടെ വാല്യൂ ആയി 3നെയും പരിഗണിക്കുവാൻ സാധിക്കുന്നതല്ല. എല്ലാ വാല്യൂസും കാണിക്കാൻ കഴിയാത്തതിനാൽ കുറച്ചു ഭാഗം സ്കിപ്പ് ചെയ്യുന്നു. ഇതിനിടയ്ക്കുള്ള ഏത് വാല്യൂ അപ്ലൈ ചെയ്താലും റിസൾട്ട് 1 കിട്ടില്ല. അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്തിരിക്കുന്നത്. 73 എടുത്താലും കിട്ടുന്നത് 219 ആണ്. അതുകൊണ്ട് അതിനെയും പരിഗണിക്കുന്നില്ല. 74 എടുത്താൽ കിട്ടുന്നത് 2 ആണ്. വീണ്ടും കുറച്ചു ഭാഗം സ്കിപ്പ് ചെയ്യുന്നു. 145 എടുത്താൽ കിട്ടുന്നത് 215 ആണ്. നമ്മൾക്ക് കിട്ടേണ്ടത് 1 ആണ്. ആയതിനാൽ ഡിയുടെ വാല്യൂ ആയി 145നെ പരിഗണിക്കുവാൻ സാധിക്കില്ല. 146 എടുത്താൽ നമുക്ക് ലഭിക്കുന്നത് 218 ആണ്. ലഭിക്കേണ്ടത് 1 ആണ്. ആയതിനാൽ 146നെയും പരിഗണിക്കുന്നില്ല. പക്ഷേ 147 എടുക്കുമ്പോൾ ഉത്തരം 1 ലഭിക്കുന്നു. ഇവിടെ നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്നുണ്ട്. ആയതിനാൽ 147നെ ഡി ആയി പരിഗണിക്കാവുന്നതാണ്. ഐറ്ററേഷൻ റിപ്പീറ്റ് ചെയ്ത് പുതിയ ഏതെങ്കിലും വാല്യൂസ് കിട്ടുമോ എന്ന് നോക്കാം. 220നെ എടുക്കുന്നു. 220നെ എടുക്കുമ്പോഴും ലഭിക്കുന്നത് 0 ആയതിനാൽ വീണ്ടും അതിനെ സ്കിപ്പ് ചെയ്യുന്നു. അല്പം സ്കിപ്പ് ചെയ്ത് 293 എടുത്തു നോക്കുന്നു. 293 എടുത്താലും ലഭിക്കുന്നത് 219 ആണ്. ആയതിനാൽ 293നെ ഡിയുടെ വാല്യൂ ആയി പരിഗണിക്കുവാൻ സാധിക്കില്ല. വീണ്ടും കുറച്ചു ഭാഗങ്ങൾ സ്കിപ്പ് ചെയ്യുന്നു. 363 എടുക്കുന്നു. ലഭിക്കുന്നത് 128 ആണ്. സ്കിപ്പ് ചെയ്യുന്നു. 366 എടുക്കുമ്പോൾ 218 ആണ് ലഭിക്കുന്നത്. അതിനെയും സ്കിപ്പ് ചെയ്യുന്നു. 367 എടുക്കുമ്പോൾ നോക്കിയാൽ കാണാം നമ്മളുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആകുന്നുണ്ട്. ഉത്തരം ലഭിക്കുന്നത് 1 ആണ്. ആയതിനാൽ 367നെയും ഡിയുടെ വാല്യൂ ആയി പരിഗണിക്കാവുന്നതാണ്. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുകയാണ് എങ്കിൽ ഒരുപാട് പോസിബിലിറ്റീസ് നമുക്ക് ലഭിക്കുന്നതാണ്. പക്ഷേ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതെങ്കിലും ഒരു വാല്യൂവിനെ, ഉദാഹരണത്തിന് ഇവിടെ 147, 367 എന്നീ രണ്ട് വാല്യൂസും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ആയതിനാൽ 147നെയോ 367നെയോ ഡിയുടെ വാല്യൂ ആയി പരിഗണിക്കാവുന്നതാണ്. ഇവിടെ ഡിയുടെ വാല്യൂ ആയി എടുത്തിരിക്കുന്നത് 367 ആണ്. ഇപ്പോൾ രണ്ട് കീയും നമ്മുടെ കയ്യിലുണ്ട്. ഒന്ന് പബ്ലിക് കീ. പബ്ലിക് കീയുടേത് 3,253ഉം പ്രൈവറ്റ് കീയുടേത് 367,253ഉം ആയിരിക്കും. ഇനി എങ്ങനെയാണ് എൻക്രിപ്ഷൻ സാധ്യമാവുന്നത് എന്ന് പരിശോധിക്കാം. എൻക്രിപ്ഷന് ഉപയോഗിക്കുന്ന ഫോർമുല മെസ്സേജ് റൈസ് ടു ഇ മോഡ് എൻ ആണ്. പബ്ലിക് കീയുടെ സഹായത്തോടു കൂടിയാണ് ഇവിടെ എൻക്രിപ്ഷൻ നടക്കുന്നത്. കീയുടെ വാല്യൂസ് 3,253 ആകുന്നു. നമ്മളുടെ പ്ലെയിൻ ടെക്സ്റ്റ് ഹലോ തന്നെയാണ്. ഓരോ ലെറ്റേഴ്സിനെയും എടുത്ത് അതിനെ ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ലഭിക്കുന്നത് എച്ച് ക്യൂബ് മോഡ് 253, ഇ ക്യൂബ് മോഡ് 253, എൽ ക്യൂബ് മോഡ് 253, വീണ്ടും എൽ ക്യൂബ് മോഡ് 253, ഒ ക്യൂബ് മോഡ് 253. ഇനി ഓരോ ആൽഫബറ്റിനെയും അതിന്റെ ഈക്വലന്റ് ആയ ആസ്കി വാല്യൂ ആയി കൺവേർട്ട് ചെയ്യുക. എച്ചിന്റേത് 72ഉം ഇയുടേത് 69ഉം എല്ലിന്റേത് 76ഉം എല്ലിന്റേത് വീണ്ടും 76ഉം ഒയുടേത് 79ഉം ആകുന്നു. ഫോർമുലയെ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുന്നത് 73, 115, 21, 21, 195 ആയിരിക്കും. ഇതാണ് നമ്മളുടെ സൈഫർ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഡീക്രിപ്ഷൻ എങ്ങനെയാണ് സാധ്യമാവുന്നത് എന്ന് പരിശോധിക്കാം. ഡീക്രിപ്റ്റ് ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ഫോർമുല സൈഫർ റേസ് ടു ഡി മോഡ് എൻ ആകുന്നു. പ്രൈവറ്റ് കീയുടെ വാല്യൂസ് 367, 253. 367ന് പകരം 147 ഉപയോഗിച്ചാലും ഇതേ റിസൾട്ട് തന്നെ ലഭിക്കുന്നതാണ്. നമ്മളുടെ സൈഫർ ടെക്സ്റ്റ് 73,
115, 21, 21, 195 ആകുന്നു. ഇതിനെ ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്താൽ 73/367 മോഡ് 253, 115/367 മോഡ് 253, 21/367 മോഡ് 253, 21/367 മോഡ് 253, 195/367 മോഡ് 253 എന്ന് ലഭിക്കുന്നതാണ്. ഇതിന്റെ റിസൾട്ട് 72, 69, 76, 76, 79 ആകുന്നു. ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ആസ്കി വാല്യൂസ് ആണ്. അതിന്റെ ഈക്വലന്റ് ആയ ടെക്സ്റ്റ് വാല്യൂ എടുത്താൽ ഉദാഹരണത്തിന് 72-ന്റേത് എച്ചും 69-ന്റേത് ഇയും 76-ന്റേത് എല്ലും 76-ന്റേത് വീണ്ടും എല്ലും 79-ന്റേത് ഒയും ആകുന്നു. പ്ലെയിൻ ടെക്സ്റ്റ് നമുക്ക് ഡീക്രിപ്റ്റ് ചെയ്ത് ഇങ്ങനെ ലഭിക്കുന്നതാണ്. ഇവിടെ മാനുവലി അല്ലെങ്കിൽ കാൽക്കുലേറ്ററിന്റെ സഹായത്തോടു കൂടി വലിയ വാല്യൂസ് ആണ് എങ്കിൽ, ഉദാഹരണത്തിന് ഇയുടെ വാല്യൂ വലുതാണ് എങ്കിൽ അല്ലെങ്കിൽ എന്നിന്റെ വാല്യൂ വളരെ വലുതാണ് എങ്കിൽ ഒരിക്കലും നമുക്ക് മാനുവലി അതിനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുവാൻ സാധിക്കില്ല. അത് ഡീക്രിപ്ഷൻ ആയാലും എൻക്രിപ്ഷൻ ആയാലും. ഉദാഹരണത്തിന് 195/367 മോഡ് 253 മാനുവലി കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വളരെ ടീഡിയസ് ആയ ടാസ്ക് ആണ്. ആയതിനാൽ പവർ മോഡ് കാൽക്കുലേറ്ററിന്റെ സഹായം തേടാവുന്നതാണ്. എങ്ങനെയാണ് പവർ മോഡ് കാൽക്കുലേറ്റർ ഫംഗ്ഷൻ ചെയ്യുന്നത് എന്ന് മറ്റൊരു വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ അതിന്റെ അൽഗരിതം എന്താണ് എന്ന് മറ്റൊരു വീഡിയോയിലൂടെ പരിശോധിക്കാം. ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. പവർ മോഡ് കാൽക്കുലേറ്റർ എന്ന് ഗൂഗിൾ ചെയ്യുക. ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന റിസൾട്ട് ഇതായിരിക്കും. അതിൽ ആദ്യത്തേതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, പവർ മോഡ് കാൽക്കുലേറ്റർ. പവർ മോഡ് കാൽക്കുലേറ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത്. ഇതിലേക്ക് നമ്മളുടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് റിസൾട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അതിന്റെ ലിങ്കും താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ടൂൾ ഉപയോഗിക്കുന്നതിലൂടെ വളരെ എളുപ്പം തന്നെ എക്സ്പോണൻഷ്യൽ വാല്യൂസിനെ അല്ലെങ്കിൽ റേസ് ടു വാല്യൂസിനെ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ്. മാനുവലി 195/367 മോഡ് 253 കണ്ടെത്തുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ടാസ്ക് ആയതിനാലാണ് ഈ വെബ് ബേസ്ഡ് ടൂളിന്റെ സഹായം ഉപയോഗിക്കാം എന്ന് പറഞ്ഞത്.